നോർമലായിട്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ പ്രഗ്നൻസി ഇസ് നോർമൽ. അതല്ലാണ്ട് റിസ്ക് ഉള്ള പ്രഗ്നൻസികൾ എന്ന് പറയുമല്ലോ നമ്മൾ, അത് ഏതൊക്കെ കാറ്റഗറിയാ പറയാം? രണ്ട് രീതിയിൽ നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, അമ്മയിൽ നിന്ന് വരുന്ന റിസ്ക്, അമ്മയ്ക്കുള്ള റിസ്കുകൾ. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് BP വരാൻ സാധ്യതയുള്ള ആളാണോ, അമ്മയ്ക്ക് ഡയബറ്റീസ് ഉള്ള ആളാണോ, അമ്മ പ്രായം കൂടിയ കാറ്റഗറിയിൽ വന്ന ഒരാളാണോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് മദർ റിലേറ്റഡ് റിസ്കുകൾ ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർക്ക് ബേബീനെ എഫക്റ്റ് ചെയ്യാവുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ബന്ധത്തിൽ കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മുന്നത്തൊരു കുട്ടി അബ്നോർമൽ ഉണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഫാമിലിയിൽ അബ്നോർമൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഫീറ്റൽ റിസ്ക് ഉണ്ട്. അപ്പോൾ അതിൽ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഈ രണ്ട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അമ്മയ്ക്ക് റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ ബേബിക്ക് റിസ്ക് ഉണ്ടോ. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടെങ്കിൽ ആ റിസ്കുകൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മോഡിഫൈ ചെയ്യാം. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ തൈറോയ്ഡ് കറക്റ്റ് ചെയ്യാം, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് ഷുഗർ കറക്റ്റ് ചെയ്യാം. കൺസാങ്ക്വിനസ് മാരേജ് ആണെങ്കിൽ, ഇപ്പോൾ ബന്ധത്തിൽ അമ്മാവൻ്റെ മോനോ അല്ലെങ്കിൽ നീ കല്യാണം കഴിച്ചതാണെങ്കിൽ അവർക്ക് സ്പെസിഫിക് ആയിട്ട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ആ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അവർക്ക് ഏതൊക്കെ ജനറ്റിക് ഡിസോർഡേഴ്സിന് റിസ്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതും അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും.